ഷാബു പ്രസാദ്, ഇപ്പോ പോലീസിന്റെ വിവരക്കേട് എന്ന് പറയാൻ അതിനൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം വിവരമോ വിവരക്കേടോ അനുസരിച്ച് പെരുമാറേണ്ടുന്ന ഒരു ഫോഴ്സ് അല്ലല്ലോ. വളരെ അച്ചടക്കത്തോടുകൂടി ഡിസിപ്ലിനോടുകൂടി സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട ഒരു യൂണിഫോം ഫോഴ്സ് അല്ലേ? അപ്പോൾ അവരെങ്ങനെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് തൃശ്ശൂർ കളക്ടർ, പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി, ഇവരെല്ലാവരും നേരിട്ട് ഇടപെട്ട് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു കമ്മീഷണർക്ക് മാത്രമായി ഇത്രമേൽ ഗുരുതരമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാനും തൃശ്ശൂർ പൂരപ്രേമികളെ ആകെ നേരത്തെ ശ്രീ ഗിരീഷ് കുമാർ പറഞ്ഞതുപോലെ ഇങ്ങനെ യാചകർ നിൽക്കുന്നത് പോലെ ഒരു പൂരം ദൂരെ നിന്ന് കണ്ടുപോകേണ്ടത് ഗതികേടിൽ നിർത്തിപ്പോകാനും ഒക്കെ കഴിയുന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എങ്ങനെയാണ്? മാധു, ഞാൻ ആദ്യത്തെ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥ, അഹങ്കാരം, കെടുകാര്യസ്ഥത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിശ്വസിക്കാമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് നിരീക്ഷിച്ചാൽ അത് അങ്ങനെയൊന്നുമല്ല. മാധു പറഞ്ഞത് സത്യമാണ്. കാര്യം ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ അങ്കിത് അശോകൻ എന്ന ആ മനുഷ്യൻ മാത്രം എടുത്ത അയാളുടെ ഘടികാര്യസ്ഥത കൊണ്ടോ കഴിവുകേട് കൊണ്ടോ വന്നതല്ല എന്ന് തന്നെ നമുക്ക് ഉറച്ചു വിശ്വസിക്കേണ്ടി വരും. കാര്യം ആ അങ്കിത് അശോകൻ ഇപ്പോഴും ഒരു കുഴപ്പവുമില്ല. ഇത്ര ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ഈ തൃശ്ശൂരിനെയും ഈ നമ്മുടെ ഈ കേരളത്തിലെ ചർച്ചകളെയും ഈ കേരളത്തിൻ്റെ മുഴുവൻ സെൻറ്റിമെൻസിനെയും ഗുരുതരമായി സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ആ കാരണക്കാരനായ ആ മനുഷ്യൻ ഇപ്പോഴും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അയാൾ ഇപ്പോഴും ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. തൃശ്ശൂരിൽ നിന്ന് മാറ്റി എന്നുള്ളതല്ലാതെ എന്താ, ഈ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ, അതിരിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്തെ ഗൂഢാലോചന നമുക്ക് സംശയിക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇവിടെ റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന പുറത്തു വരണം, പോലീസിൻ്റെ കെടുകാര്യസ്ഥത. ആരാണ് സാർ ഈ കേരളത്തിൻ്റെ പോലീസ് മന്ത്രി? ആരാണ് ഈ കേരളം ഭരിക്കുന്നത്? അതിൻ്റെ ഗുണഭോക്താക്കളും പോലീസും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വിരൽ ചൂണ്ടുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നേർക്ക് തന്നെയാണ്, നിങ്ങളുടെ സർക്കാരിൻ്റെ നേർക്ക് തന്നെയാണ്. അദ്ദേഹം റെജി ലൂക്കോസ് ശരിക്കും ചെയ്യുന്നത് അയാളുടെ ഷൂട്ടിംഗ് ഹിസ് ഓൺ ഫീറ്റ്, അതാണ് റെജി ലൂക്കോസ് ചെയ്യുന്നത്. പോലീസിൻ്റെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ അനാസ്ഥയാണത്. അതുമാത്രമല്ല, നമുക്കത് ശരി, ഒരു മുമ്പേ പറഞ്ഞതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രശ്നം കൊണ്ട് സർക്കാരിന് നാണക്കേടുണ്ടാകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അയാളെ വെറുതെ വിടാൻ പാടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ സർക്കാർ തൊലി ഉരിഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ ഇപ്പോഴും സുരക്ഷിതമായി ജോലി ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ സംശയത്തിൻ്റെ മുനകൾ ഈ സർക്കാരിൻ്റെ നേരെ തന്നെ ഉയരുന്നത്. ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ ഇവിടെ സർവ്വ ഉത്സവാഘോഷങ്ങളിലും കയറി മേയുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ വാക്കുകളെ നിങ്ങൾ വെറുതെ വളച്ചൊടിക്കരുത്. ഹിന്ദു വിശ്വാസങ്ങളുടെ മേൽ കുതിര കയറാൻ ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഈ പ്രത്യേകിച്ച് CPM-ൻ്റെ മന്ത്രിമാർക്കും സർക്കാരിനും ഒരു പ്രത്യേക താല്പര്യമാണ്. അതാണ് ഇവിടെ കാലങ്ങളായി നടക്കുന്നത്, കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അവിടെ മന്ത്രിമാർ നിന്നത്, അല്ലെങ്കിൽ അവിടെ ജനപ്രതിനിധികൾ നിന്നത്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇടപെടുക, എത്രയും പെട്ടെന്ന് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ്. ഇവിടെ പോലീസിനെതിരെ മാത്രമാണ് ആരോപണം ഉന്നയിക്കപ്പെടുന്നത്, അല്ലാതെ അവിടെ രാഷ്ട്രീയക്കാരുണ്ടോ? മാധു, എന്നിട്ട് ഒരു മന്ത്രി എവിടെയുണ്ട്? മന്ത്രിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. എന്നിട്ട് അവർ എന്ത് ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് ഈ മന്ത്രിമാരും ഈ സർവ്വ ആൾക്കാരും ഈ ഇഷ്യൂ അവിടെ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്തു? അവിടെ സുരേഷ് ഗോപി ഇതിൻ്റെ സേവാഭാരതിയുടെ വണ്ടിയിൽ വന്നിറങ്ങിയത് മഹാപരാധമായി കാണുന്ന ഈ ആൾക്കാർ ഇവരെന്ത് ചെയ്തു ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട്? പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷനാണത്. ആലോചിച്ച് നോക്കാവുന്ന കാര്യമുള്ളൂ, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അത് തന്മയത്വത്തോടുകൂടി സ്വാഭാവികമായി കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞോ? പോലീസ് ശരി, അങ്കിത് അശോകന്റെ അഹങ്കാരം വിട്, പക്ഷെ ഇവരെന്ത് ചെയ്തു? ഈ മന്ത്രിമാരെന്ത് ചെയ്തു? എല്ലായിടത്തും കയറി മേയുന്ന ഇത് ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഇവർ എന്ത്? റെജി പ്ലീസ്, റെജി ഒന്നും മിണ്ടാതിരിക്കാൻ പറയൂ.
അയാൾ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. അപ്പോ ഇത് എന്തുകൊണ്ട്, ഇത് എന്തിനു വേണ്ടി ചെയ്തു? ഇത് ഇനിയും ഒരു കാര്യം ഉറപ്പ് പറയാം, ശ്രീകുമാർ സാർ പറഞ്ഞത് കറക്റ്റാണ്. ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നില്ല, ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരാൻ പോകുന്നില്ല മാധു, വരില്ല. ഇതിങ്ങനെ പറഞ്ഞ് കുറേ ചർച്ച ചെയ്ത് ഇനിയും ചർച്ച ചെയ്യാൻ വേറൊരു വിഷയം കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ കിട്ടുമ്പോൾ അത് അങ്ങനെ തേഞ്ഞു മാഞ്ഞ് പോകും.